ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. ഫസ്റ്റ് ഓഫ് എന്താ പറയണ്ടത്, ബാഗിൻ്റെ സെക്ഷനിലാണ് എൻ്റെ കണ്ണ് പെട്ടത്. അപ്പോൾ ബാഗിൻ്റെ കളക്ഷൻസൊക്കെ നോക്കി ഇങ്ങനെ പോവുകയാണ്. ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കിഡ്സിൻ്റെ ഡ്രസ്സിൻ്റെ സെക്ഷൻ കണ്ടു. എല്ലാ അമ്മമാർക്കും കിഡ്സിൻ്റെ സെക്ഷൻ കണ്ടാൽ പിന്നെ അവിടെ നിന്ന് മാറാൻ കുറച്ച് പാടായിരിക്കും. അത് തന്നെയാണ് ഞാൻ കിഡ്സിൻ്റെ സെക്ഷനിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കുകയാണ്. അവിടെ നിന്ന് മാറാൻ തോന്നുന്നില്ല. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഫ്രോക്കിൻ്റെയൊക്കെ കാര്യത്തിലാണെങ്കിൽ പറയേണ്ട, പാർട്ടി വെയേഴ്സിൻ്റെ കാര്യം ഒത്തിരി പാർട്ടി വെയേഴ്സ് ഉണ്ട്. നല്ല കളക്ഷൻസ് ഉണ്ട് പാർട്ടി വെയേഴ്സിൻ്റെ. അത് കഴിഞ്ഞിട്ട് ലേഡീസ് വെയേഴ്സിൻ്റെ കളക്ഷൻസോട്ട് ഞാൻ നോക്കി. അവിടെയും നല്ല കളക്ഷൻസ് ഉണ്ട്. ഒരുപാട് കഫ്താൻസ്, ഇന്ത്യൻ വെയേഴ്സിൻ്റെ അതേ സിമിലാരിറ്റി ഉള്ള ഡ്രസ്സുകൾ ഒക്കെ ഉണ്ട് ഇവിടെ. ഈ ലാസ്റ്റ് കാണിച്ചതൊക്കെ ഇത് രണ്ടും കഫ്താൻസാണ്. അത് നല്ല എന്താ പറയണ്ടത്, നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല രസമുണ്ട്, ഒരു വെറൈറ്റി ഉണ്ട്. ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഒരാളിങ്ങനെ നിൽക്കുന്നു. പെട്ടെന്ന് കണ്ടപ്പോൾ ഡെമ്മിയാണെന്ന് മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് കിഡ്സിൻ്റെ ടോയ് സെക്ഷനിലോട്ട് പോയി. ടോയ് സെക്ഷനിൽ ഒരാൾ എൻ്റെ മോളിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്തെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. എത്ര ടോയ്സ് മേടിച്ചു കൊടുത്താലും മതി വരത്തില്ല. അതാണെങ്കിൽ നല്ല രസമുണ്ട് ടോയ്സ് കണ്ടാൽ. കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല, വലിയവർക്കും അത് തന്നെയാണ്. എൻ്റെ അവസ്ഥ അതാണ്. അവിടെ നിന്ന് മാറാൻ തോന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടുത്തെ പാത്രത്തിൻ്റെ സെക്ഷൻ, അതായത് ഗ്ലാസ് ഐറ്റംസ് അങ്ങനെയുള്ള സെക്ഷനിലോട്ട് പോയി. അവിടെ എനിക്ക് അതിൻ്റെ കാലം നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻസ്, ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് സ്വീറ്റിൻ്റെ സെക്ഷൻ പോയി. അവിടെ എൻ്റെ മോള് ഇങ്ങനെ ലൂപ്പിപ്പെട്ട് കിടക്കുകയാണ്. അവിടെ നിന്ന് മാറാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അതായത് അവൾക്ക് ഇത് വേണം അത് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ച് റിട്ടേൺ വീട്ടിൽ പോവുകയാണ്. ഇന്നത്തെ ഡേ വളരെ നല്ലതായിരുന്നു. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, സീ യു.